Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to ഉസ്താദ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ആ 1ാമത്തെ ചാപ്റ്ററിൽ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു 5ാമത്തെ യൂണിറ്റിൽ? ഇൻഖതഅത്തിൽ കഹ്റുബ. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച ഭാഗത്ത് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു വീട്, ആ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്. പക്ഷേ അവരൊക്കെ മുഴുവൻ സമയവും സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവരാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിൽ, അല്ലെങ്കിൽ ടി വിയിൽ നോക്കിയിരിക്കുന്നവരാണ്. ആ വീട്ടിലെ ഉമ്മ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു. പക്ഷേ അവർ ആ കാര്യത്തിലൊന്നും ഉമ്മയെ സഹായിക്കുന്നില്ല. ഒരു ദിവസം വീട്ടിൽ കറണ്ട് പോയി. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈലും ലാപ്ടോപ്പുമൊക്കെ ടി വിയുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ കറണ്ട് പോയപ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാതെയായി. വീട്ടിലെ ഫാൻ സ്റ്റോപ്പായി. അതുകൊണ്ട് അവർ റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വീടിൻ്റെ വരാന്തയിലിരുന്നു. വീടിൻ്റെ വരാന്തയിലിരുന്നപ്പോൾ നല്ല ഇളങ്കാറ്റ് വീശുന്നു. ആ കാറ്റ് കൊണ്ടിരുന്നപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമായി. അല്ലേ? അവരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടപ്പോൾ ആ വീട്ടിലെ അവരുടെ വല്യുപ്പ അവരോട് പറഞ്ഞു. ആ വല്യുപ്പ പറഞ്ഞത് എന്താണ് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഖാലൽ ജദ്ദു മാസാലൻ നസീമു യഹുബു വമാസാലത്തിൽ അസ്ഹാറു തതഫത്തഹു വലാകിന്നകും ലാ തർഫഊന റുഊസ അനി ശാശാത്ത്. ഖാല പറഞ്ഞു, സെഡ്. അൽ ജദ്ദു വല്യുപ്പ, ദ ഗ്രാൻഡ് ഫാദർ സെഡ്. വല്യുപ്പ പറഞ്ഞു, മസാലൻ നസീമു യഹുബു. അൻ നസീം എന്നാൽ ബ്രീസ്, ഇളം കാറ്റ്. യഹുബു അടിക്കുന്നു, ഇളം കാറ്റടിക്കുന്നു. ദ ബ്രീസ് ബ്ലോയിങ്, ഇളങ്കാറ്റ് അടിക്കുന്നു. ഇതിന് മുമ്പൊരു വേർഡുണ്ടല്ലോ, മാസാല എന്നാൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസാല എന്ന വേർഡ് ഉപയോഗിക്കുക. ഈ മാസാല എന്ന വേർഡ് അതിൻ്റെ കണക്ഷൻ ഈ യഹുബു എന്ന വേർഡുമായിട്ടാണ്. മാസാല യഹുബു എന്നാൽ അടിക്കുന്നു, കാറ്റടിക്കുക, അടിക്കുന്നു. മാസാല യഹുബു എന്ന് പറഞ്ഞാലോ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ്, നേരത്തെ അടിക്കുന്നുണ്ട്, ഇപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് മാസാല യഹുബു. മാസാല നസീമു യഹുബു, ദ ബ്രീസ് ഈസ് സ്റ്റിൽ ബ്ലോയിങ്, അല്ലെങ്കിൽ ദ ബ്രീസ് കണ്ടിന്യൂസ് ടു ബ്ലോ. ഈ കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വമാസാലത്തിൽ അസ്ഹാറു തതഫത്തഹു. അൽ അസ്ഹാറു സഹ്റത്തുൻ എന്നതിൻ്റെ ജമ്മാണ് അസ്ഹാർ, പൂക്കൾ, ഫ്ലവേഴ്സ്. തതഫത്തഹു വിടരുന്നു, ബ്ലൂമിങ്. ദ ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ്, പൂവുകൾ വിടരുന്നു. ഇവിടെയുണ്ട്, ഇതിൻ്റെ മുമ്പ് മാസാലത്ത് എന്നൊരു വേർഡുണ്ടല്ലോ. അപ്പോൾ മാസാലത്ത് തതഫത്തഹു എന്നാണ്, അതിലേക്കാണ് മാസാലയുടെ ബന്ധം. മാസാലത്ത് തതഫത്തഹു, വിടർന്നുകൊണ്ടേയിരിക്കുന്നു. തതഫത്തഹു എന്നാൽ വിടരുന്നു. മസാല തതഫത്തഹു എന്നാലോ വിടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പൂവ് ഇന്നൊന്നലെ വിടരാൻ തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട് അതിങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മസാലത്തിൽ അസ്ഹാറു തതഫത്തഹു, ദ ഫ്ലവേഴ്സ് ആർ സ്റ്റിൽ ബ്ലൂമിങ്, പൂക്കളിങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലാകിന്നക്കും, ബട്ട്. ലാക്കിന്ന എന്നാൽ ബട്ട്. എന്നതിൻ്റെ അർത്ഥം എന്താ? എന്നാൽ ആൻഡ് എന്നാണ്. ലാക്കിന്ന ബട്ട്, പക്ഷേ നിങ്ങൾ. വലാക്കിന്ന ബട്ട്, പക്ഷേ. കും നിങ്ങൾ. വലാക്കിന്നക്കും എന്നാൽ നിങ്ങൾ. ബട്ട് യു. ലാ തർഫഊന നിങ്ങൾ ഉയർത്തുന്നില്ല. യു ഡു നോട്ട് ലിഫ്റ്റ് നിങ്ങൾ ഉയർത്തുന്നില്ല. യു ഡു നോട്ട് ലിഫ്റ്റ് എന്തുയർത്തുന്നില്ല? അർറൂസ്. റഅ്സുൻ എന്നതിൻ്റെ ജംആണ് റൂസ്, തലകൾ. യു ഡു നോട്ട് ലിഫ്റ്റ് യുവർ ഹെഡ്സ് നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തുന്നില്ല. അനിശാശാത്ത്
ഷാഷത്തുൻ അതിൻ്റെ ജംആണ് ഷാഷാത്ത്, സ്ക്രീൻസ്. യു ഡു നോട്ട് ലിഫ്റ്റ് യുവർ ഹെഡ്സ് ഫ്രം ദ സ്ക്രീൻസ്. നിങ്ങൾ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തുന്നില്ലല്ലോ. കാറ്റിവിടെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പൂക്കൾ വിടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. അതിന് കാരണം എന്താ? നിങ്ങളത് നോക്കണ്ടേ? നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ ആകെക്കൂടി നോക്കുന്നത് എങ്ങോട്ടാ? നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ ടി വിയുടെ സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. അതിൽ റീൽസ് കാണുന്നു, അതിൽ ഷോർട്സ് കാണുന്നു, അതിൽ ഗെയിം കളിക്കുന്നു. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ പ്രകൃതി ഭംഗി നോക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. പക്ഷേ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര മനോഹരമാണ് ഈ പ്രകൃതി എന്നൊക്കെ. ഫലാ തറൗന ഷൈഅൻ, അപ്പോൾ ലാ തറൗന നിങ്ങൾ കാണുന്നില്ല, ഷൈഅൻ ഒന്നും, യു സീ നത്തിങ് നിങ്ങൾ ഒന്നും കാണുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് കാണാത്തത്? യു ഡു നോട്ട് ലിഫ്റ്റ് യുവർ ഹെഡ്സ് ഫ്രം ദ സ്ക്രീൻസ്. നിങ്ങൾ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. തല ഉയർത്താന്ന് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് തന്നെ നോക്കുന്നുള്ളൂ. അബ്നാഇ എൻ്റെ മക്കളെ, മൈ ചിൽഡ്രൻ, ഇജ്ലിസു നിങ്ങൾ ഇരിക്കൂ. ഒരു കൽപ്പനയാണ് ഇജ്ലിസു. അറബിയിൽ അതിന് അംറ് എന്നാണ് പറയുക. അംറ്, കൽപ്പന. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യം. ഒന്ന്, മാസാല എന്നതിൻ്റെ ഉപയോഗം എന്താണ്. നേരത്തെ വായിച്ചില്ലേ, മാസാല നസീമു യഹുബു, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ മാസാല എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് അംറ്, ഇജ്ലിസു ഇരിക്കൂ. നമ്മളത് മുമ്പേ കേട്ട് പരിചയിച്ചൊരു വേർഡല്ലേ ഇജ്ലിസ്, ഖും എന്നൊക്കെ ഉസ്താദ് മദ്രസയിൽ നിന്ന് അല്ലേ, സ്കൂളിൽ നിന്നൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പരിചിതമായൊരു സംഗതിയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഇജ്ലിസ്, ഇരിക്ക്. അതിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്നതിനെയാണ് അംറ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതൊക്കെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം അതാണ് അംറ്. അപ്പോൾ ഈ ജിലിസു നിങ്ങൾ ഇരിക്കൂ, സിറ്റ്. ഹൗലി എനിക്ക് ചുറ്റും, സിറ്റ് അറൗണ്ട് മീ എനിക്ക് ചുറ്റും ഇരിക്കൂ. വാ ആൻഡ് ഉൻളുറു നിങ്ങൾ നോക്കൂ, ലുക്ക്. സിറ്റ് അറൗണ്ട് മീ ആൻഡ് ലുക്ക് എനിക്ക് ചുറ്റും ഇരിക്കൂ, എന്നിട്ട് നിങ്ങൾ നോക്കൂ. എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഇലാ വുജൂഹ്. വജ്ഹുൻ എന്നതിൻ്റെ ജംആണ് വുജൂഹ്. വജ്ഹുൻ, വജ്ഹുൻ എന്നാൽ മുഖം, ഫേസ് എന്നാണ് അർത്ഥം. ഇലാ വുജൂഹ് മുഖങ്ങളിലേക്ക്, ടു ദി ഫേസസ് മുഖങ്ങളിലേക്ക്. ആരുടെ? ബഅളിക്കും നിങ്ങൾ ചിലരുടെ, അഥവാ നിങ്ങൾ പരസ്പരം. ലുക്ക് അറ്റ് ഈച്ച് അതേഴ്സ് ഫേസസ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ മുഖങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ അതുപോലെ നോക്കുന്നില്ലല്ലോ. മൊബൈലിൽ കളിച്ചിരിക്കുന്നു, ലാപ്ടോപ്പ് കളിച്ചിരിക്കുന്നു അല്ലേ, സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുക. നിങ്ങൾ സഹോദരങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. തഹദ്ദസു നിങ്ങൾ സംസാരിക്കൂ. ടോക്ക്. നാളിരീന നോക്കിക്കൊണ്ട്, വൈ ലുക്കിംഗ് നോക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കൂ. ഇലാ ഉയൂൻ, ഐനുൻ എന്നതിന് ജംആണ് ഉയൂൻ, കണ്ണുകൾ, കണ്ണുകളിലേക്ക്. ആരുടെ? അശിഖായിക്കും നിങ്ങളുടെ സഹോദരങ്ങളുടെ. ഷഖീഖ് എന്നതിന് ജംആണ് അശിഖാ, സഹോദരങ്ങൾ, സിബ്ലിങ്സ്. ടോക്ക് വൈ ലുക്കിംഗ് ഇൻ ടു യുവർ സിബ്ലിങ്സ് ഐസ് നിങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടൊന്ന് സംസാരിക്കൂ. ഹാദിഹി ദിസ് ഇത്, ഫുർസത്തുൻ ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഇതൊരവസരമാണ്. മനഹ അല്ലാഹു മനഹ തന്ന, അല്ലാഹു അല്ലാഹു തന്ന, ലക്കും നിങ്ങൾക്ക് അല്ലാഹു തന്ന ഒരു ചാൻസാണിത്. നിങ്ങളെ കറണ്ട് പോയത് ശരിക്ക് അള്ളാഹു നിങ്ങൾക്കൊരു ചാൻസ് തന്നതാണ്, പരസ്പരം മുഖത്തേക്കൊക്കെ നോക്കിയിട്ടൊന്ന് സംസാരിക്കാൻ. അതുകൊണ്ട് നിങ്ങളൊന്ന് മുഖത്ത് നോക്കി സംസാരിക്കൂ. ലാഹിലു നിങ്ങൾ ശ്രദ്ധിക്കൂ. നോട്ടീസ്. വജ്ഹ ഉമ്മിക്കും നിങ്ങളുടെ ഉമ്മയുടെ മുഖം. വജ്ഹ് ഫേസ്, ഉമ്മി ഉമ്മയുടെ, കും നിങ്ങളുടെ. നോട്ടീസ് യുവർ മദേഴ്സ് ഫേസ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ മുഖമൊന്ന് ശ്രദ്ധിക്കൂ. അമാ തറൗന നിങ്ങൾ കാണുന്നില്ലേ? അമാ തറൗന ഡോണ്ട് യു സീ നിങ്ങൾ കാണുന്നില്ലേ? അത്താബ ക്ഷീണം, ഫാറ്റിക്. അമാ തറൗന താബ് ഡോണ്ട് യു സീ ദ ഫാറ്റിക് നിങ്ങൾ ഈ ക്ഷീണം കാണുന്നില്ലേ?
വൽ അന, പ്രയാസവും കാണുന്നില്ലേ? ഡോണ്ട് യു സീ ദ ഫാറ്റിഗ് ആൻഡ് ഹാർഡ്ഷിപ്പ്, പ്രയാസവും ക്ഷീണവും അവരുടെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ? വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് അവർ ക്ഷീണിച്ചിരിക്കുന്നു. ലൗ സഅതുമൂഹ, ലൗ സഅതുമൂഹ, നിങ്ങൾ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ. ആ എങ്കിൽ എന്ന അർത്ഥം കിട്ടാനാണ് ലൗ എന്ന വേർഡ് ഉപയോഗിക്കുക അറബിയിൽ. ലൗ സഅതുമൂഹ, നിങ്ങൾ അവരെ നിങ്ങൾ ആ ഉമ്മയെ സഹായിച്ചിരുന്നുവെങ്കിൽ. ലൗ സഅതുമൂ എന്നാണ് സഅതും, നിങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ. ഹാ, അവളെ, ഉമ്മ അതുകൊണ്ട് അവരെ എന്ന് നമ്മൾ ബഹുമാനിച്ച് പറയാം. ലൗ സഅതുമൂഹ, നിങ്ങൾ ആ ഉമ്മയെ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ. ഇഫ് യു ഹെൽപ്ഡ് ഹെർ, എന്തിന്? അലൽ അമലി, വിത്ത് ദ വർക്ക്, ജോലിയിൽ. അമൽ, ജോലി, വീട്ടിലെ ജോലികളിലൊക്കെ നിങ്ങൾ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ. ലമാ തഇബത്, അവർ ക്ഷീണിക്കുമായിരുന്നില്ല. ഷീ വുഡിൻ ബി സോ ടയേർഡ്, ഇത്രമാത്രം അവർ ക്ഷീണിക്കുമായിരുന്നില്ല. നിങ്ങൾ അവരെ തീരെ സഹായിക്കുന്നില്ലല്ലോ, ആ ഉമ്മയെ. ഖാലത്തിൽ ഉമ്മു മുബ്തസിമതൻ അന ലാ ഉൻകിറു ഫവായിദൽ ജവാൽ അൻതും തഹ്താജൂന ഇലൈഹി ലിദ്ദിറാസതി വലിത്തിസാൽ വലാകിന്ന കസറത ഇസ്തിഖ്ദാമിഹി തളുറു അൻഫുസകും വ ഉസ്റതന. ഖാലത്ത്, പറഞ്ഞു. സെഡ്, അൽ ഉമ്മു, ഉമ്മ പറഞ്ഞു. ഉമ്മ അഥവാ ഉമ്മ എന്നത് ഒരു സ്ത്രീലിംഗ പദമാണ്, അല്ലെങ്കിൽ സ്ത്രീയാണല്ലോ. അതുകൊണ്ടാണ് കാലത്ത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആണായിരുന്നുവെങ്കിൽ കാല, കാലൽ അബു, ഉപ്പ പറഞ്ഞു, അപ്പോൾ കാല എന്നാണ് പറയാം. ഇവിടെ ഉമ്മയായതുകൊണ്ടാണ് കാലത്ത് എന്ന് പറഞ്ഞത്. കാലത്തിൽ ഉമ്മു, ഉമ്മ പറഞ്ഞു. മുബ്തസിമതൻ, ചിരിച്ചുകൊണ്ട്. ദ മദർ സ്മൈൽഡ് ആൻഡ് സെഡ്, എന്താ പറഞ്ഞത്? അന ലാ ഉൻകിറു ഫവായിദൽ ജവാൽ. അന, ഞാൻ, ഞാൻ, ലാ ഉൻകിറു, ഞാൻ നിഷേധിക്കുന്നില്ല. ഐ ഡു നോട്ട് ഡിനൈ, ഐ ഡോണ്ട് ഡിനൈ, ഞാൻ നിഷേധിക്കുന്നില്ല. ഫവായിദ്, ഫായിദത്തുൻ എന്നതിൻ്റെ ജം ആണ് ഫവായിദ്, ബെനഫിറ്റ്. ഐ ഡു നോട്ട് ഡിനൈ ദ ബെനഫിറ്റ്സ്, ഞാൻ ഗുണങ്ങളെ നിഷേധിക്കുന്നില്ല. എന്തിൻ്റെ ഗുണങ്ങളെ? അൽ ജവാൽ, ഓഫ് ദ മൊബൈൽ ഫോൺസ്. ഐ ഡു നോട്ട് ഡിനൈ ദ ബെനഫിറ്റ്സ് ഓഫ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. മൊബൈൽ ഫോൺ കൊണ്ട് കുറേ ഉപകാരമുണ്ട്, ശരിയാണ്. അൻതും, നിങ്ങൾ, യു, തഹ്താജൂന ഇലൈഹി, നിങ്ങൾക്കത് ആവശ്യമുണ്ട്. യു നീഡ് ദം. അൻതും, നിങ്ങൾ, തഹ്താജൂന ഇലൈഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആവശ്യമുണ്ട്. യു നീഡ് ദം. എന്തിനൊക്കെ വേണ്ടി? ലിദ്ദിറാസത്തി, പഠിക്കാൻ വേണ്ടി. ഫോർ സ്റ്റഡീസ്, പഠിക്കാൻ. വൽ ഇത്തിസാൽ, അതുപോലെ ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ യു നീഡ് ദം ഫോർ സ്റ്റഡീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ പഠിക്കാനും ഒക്കെ മൊബൈൽ ഫോൺ ആവശ്യമാണ്. വലാകിന്ന, ബട്ട്, പക്ഷേ. കസ്റത്ത് ഇസ്തിഖ്ദാമിഹി, കസ്റത്ത്, കസീർ എന്ന് കേട്ടില്ലേ? ധാരാളം. കസ്റത്ത് എന്നാൽ ആധിക്യം, ഒരുപാട്. ഇസ്തിഖ്ദാമിഹി, അത് ഉപയോഗിക്കുന്നതിൻ്റെ ആധിക്യം, അഥവാ ഓവർ യൂസ്. ആവശ്യത്തിലേറെ ഉപയോഗിക്കുക, ഓവർ യൂസ്. കസ്റത്ത് ഇസ്തിഖ്ദാം എന്നാൽ ഓവർ യൂസ്. ഓവർ യൂസ് ചെയ്യുന്നത്. തളുറു, അത് അറ്റ് വിൽ ഹാം, അത് പ്രയാസപ്പെടുത്തും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഉപദ്രവം ചെയ്യും. ദ ഓവർ യൂസ് ഹാംസ് അംഫുസക്കും, നിങ്ങളെ തന്നെ. അംഫുസക്കും, നിങ്ങളെ തന്നെ. യുവർ സെൽസ്. ദ ഓവർ യൂസ് ഹാംസ് യുവർ സെൽസ്. ഇതിൻ്റെ അമിതോപയോഗം നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിലാക്കും, നിങ്ങൾക്ക് തന്നെ ഉപദ്രവം ചെയ്യും എന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, ആൻഡ് ഉസ്റത്ത്, ഫാമിലിയെയും. ഉസ്റത്ത് എന്നാൽ കുടുംബം. ഉസ്റത്ത നാ എന്നാൽ നമ്മുടെ, അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ കുടുംബത്തെയും അത് ഉപദ്രവിക്കും, നമ്മുടെ കുടുംബത്തിനും അത് ഉപദ്രവം ചെയ്യും. ദ ഓവർ യൂസ് ഹാംസ് യുവർ സെൽസ് ആൻഡ് അവർ ഫാമിലി. നമ്മളെ കുടുംബത്തിനും നിങ്ങൾക്കും തന്നെയും അത് ഉപദ്രവമാണ് ചെയ്യുക. അതുകൊണ്ട് ഫോൺ നിങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കരുതേ എന്ന് ഉമ്മ അവരെ ഉപദേശിച്ചു. ഇനി അടുത്ത വർക്ക് നോക്കാം. നുലാഹിലുൽ ജദ്വല വ നുക്മിലുൽ ഖാനാത്ത്. നുലാഹിലു, നമുക്ക് ശ്രദ്ധിക്കാം. ലെറ്റസ് നോട്ടീസ്, അല്ലെങ്കിൽ വി ഒബ്സർവ്. അൽ ജദ്വൽ, ഇവിടെ ടേബിൾ. ഈ ടേബിൾ നമുക്ക് പരിശോധിക്കാം.
വനുക്മിലു നമുക്ക് പൂരിപ്പിക്കാം, കംപ്ലീറ്റ് ചെയ്യാം. ഫിൽ, ലെറ്റസ് ഫിൽ. അൽ ഖാനാത്ത്, ഇവിടെ ഈ കോളങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. ലെറ്റസ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഈ കോളങ്ങൾ നമുക്ക് ഇവിടെ പൂരിപ്പിക്കാം. നോക്കൂ, ജലസ എന്താ അർത്ഥം? ഇരുന്നു, സാറ്റ് അല്ലേ. ഈ ജിലിസ്, സിറ്റ്. ഈ ജിലിസ് എന്ന് പറയുമ്പോൾ ഒരാളോടാണ് പറയുന്നത്. ഈ ജിലിസ്, നീ ഇരിക്ക്. ഇജിലിസു എന്ന് പറഞ്ഞാൽ രണ്ടിലേറെ ആളുകളോടാണ് പറയുന്നത്. നിൽക്കുക, രണ്ടിലേറെ പുരുഷന്മാരോട് പറയാണ്, നിങ്ങൾ ഇരിക്കൂ. ഇജിലിസു എന്നാണ് പറയുക. നലറ, നോക്കി, ലുക്ഡ്. നീ നോക്ക് എന്നൊരു പുരുഷനോട് പറയാണ്, അപ്പോൾ ഉൻലുർ എന്നാണ് പറയേണ്ടത്. നിങ്ങൾ നോക്കൂ എന്ന് കുറേ പുരുഷന്മാരോട് പറയാം. എങ്ങനെയാ? ഉൻലുറു, ഉൻലുറു എന്നാണ് പറയുക. ഉൻലുറു. ഇനി അടുത്ത് തഹദ്ദസ, സംസാരിച്ചു. സ്പോക്ക്. തഹദ്ദസ്, സംസാരിക്ക്. സ്പീക്ക്, നീ സംസാരിക്ക് എന്നൊരു പുരുഷനോട് പറയാണ് തഹദ്ദസ്. കുറേ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയണം. അപ്പോൾ എന്താ പറയുക? തഹദ്ദസൂ എന്നാണ് പറയുക. തഹദ്ദസൂ. ലാഹല, ശ്രദ്ധിച്ചു, നിരീക്ഷിച്ചു. ഒബ്സർവ്ഡ്. ലാഹിൽ, നീ ശ്രദ്ധിക്ക്. ഒബ്സർവ്, നീ ശ്രദ്ധിക്ക്, നീ നിരീക്ഷിക്ക് എന്നൊരു പുരുഷനോട് പറയാണ്. കുറേ പുരുഷന്മാരോട് പറയണം നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ എന്ത് പറയണം? ലാഹിലൂ, ലാഹിലൂ എന്നാണ് പറയേണ്ടത്. ഇവിടെ നിങ്ങൾ ഈ അവസാനത്തെ കോളവും ഈ അവസാനത്തെ രണ്ട് കോളങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെയാണല്ലോ അംബ്രുള്ളത്. ഈ ആദ്യത്തെ രണ്ടെണ്ണം ഇജിലിസ്, ഉൻലുർ, ഇവിടെ രണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊക്കെ ജലസയിൽ നിന്നും നെലറയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ അതിൽ രണ്ടിലുമില്ലാത്ത ഒരു ഇ എന്ന് ഇജിലിസിലും ഉ എന്ന് ഉൻലുറിലും അധികം വന്നിരിക്കുന്നു അല്ലേ? അംബ്രുണ്ടാക്കിയപ്പോൾ ജലസ എന്നതിൽ ഈ എന്നില്ലല്ലോ, അലിഫില്ലല്ലോ. പക്ഷേ അംബ്രുണ്ടാക്കിയപ്പോൾ ഇജിലിസ് എന്നാണ് ഇ എന്ന് അധികം വന്നിരിക്കുന്നു. രണ്ടാമത്തെ നെലറ, അതിൽ ഉ എന്നോ ഇല്ല. പക്ഷേ ഉൻലുർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉ അധികം വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിന് താഴെ നോക്കൂ, തഹദ്ദസ, അതിന് അംബ്രുണ്ടാക്കിയപ്പോൾ തഹദ്ദസ് എന്ന് തന്നെയാണ് വന്നത്. അവിടെ അക്ഷരങ്ങളൊന്നും അധികം കൂടി വന്നിട്ടൊന്നുമില്ല. ലാഹല നോക്കൂ നിങ്ങൾ, അതിൻ്റെ അംബ്രുണ്ടാക്കിയപ്പോൾ ലാഹിൽ, അവസാനം ഒരു സുക്കൂൻ കൊടുത്തു എന്നുള്ളതല്ലാതെ പുതിയ അക്ഷരങ്ങളൊന്നും അധികം വന്നിട്ടൊന്നുമില്ല അല്ലേ? പുതിയ ഒരു അക്ഷരവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അംബ്രു ഉണ്ടാക്കുക? അങ്ങനെ ഡൗട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ ഫിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജലസ, ഇരുന്നു. നലറ, നോക്കി. തഹദ്ദസ, സംസാരിച്ചു. ലാഹല, ശ്രദ്ധിച്ചു. ഈ വേർഡ്സൊക്കെ ഈ വെർബുകളാണ്. ഇതൊക്കെ വെർബുകളാണല്ലോ, അഥവാ ഫിയലുകളാണ്. ഇരുന്നു ഒരു പ്രവൃത്തിയാണ്. എന്ത് പ്രവൃത്തിയാണ്? പാസ്റ്റ് ടെൻസാണ് അല്ലേ? കഴിഞ്ഞ കാര്യമാണ്. ജലസ, ഇരുന്നു, ഇരുന്ന് കഴിഞ്ഞു. നലറ, നോക്കി, നോക്കിക്കഴിഞ്ഞു, നോക്കി. തഹദ്ദസ, സംസാരിച്ചു. ലാഹല, ശ്രദ്ധിച്ചു അല്ലേ? അതൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിന് ഇംഗ്ലീഷ് നമ്മൾ പാസ്റ്റ് എന്ന് പറയും. അറബിയിൽ എന്ത് പറയും? അതിന് മാലി എന്നാണ് പറയും. മാലി ആണ്. അപ്പോൾ ഈ ജലസയിൽ നിന്ന്, ഇരുന്നു എന്നതിൽ നിന്ന് ഇരിക്ക് എന്ന അംബ്ർ ആണ് നമുക്കുണ്ടാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ജലസ എന്ന മാലിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് അംബ്ർ ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവയൊക്കെ മുളാരി ആക്കണം. മുളാരി എന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. പ്രസൻറ്റ് ടെൻസിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം, അഥവാ മുളാരി ആക്കി മാറ്റണം. ജലസയുടെ മുളാരിയാണ് യജിലിസു, ഇരിക്കുന്നു. ഇരിക്കും ഫ്യൂച്ചറിൻ്റെ അർത്ഥവും പറയാം അതിന്. യജിലിസു മുളാരിന് പ്രസൻറ്റിൻ്റെ അർത്ഥമുണ്ട്, ഫ്യൂച്ചറിൻ്റെ അർത്ഥമുണ്ട്. ഇരിക്കുന്നു. യൻളുറു, നോക്കുന്നു അല്ലെങ്കിൽ നോക്കും. യതഹദ്ദസു, സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കും, രണ്ടർത്ഥവും പറയാം. യുലാഹിലു, ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മുളാരി എന്നാണ് പറയുക. അപ്പോൾ ജലസയുടെ മുളാരിയാണ് എന്ത്? യജ്ലിസു. നളറയുടെ മുളാരിയാണ് യൻളുറു. തഹദ്ദസയുടെ മുളാരി യതഹദ്ദസു. ലാഹിലയുടെ മുളാരിയാണ് യുലാഹിലു. അപ്പോൾ നമുക്കുണ്ടാക്കേണ്ടത് എന്താണ്? അംബ്രാണ്. ഈ അംബ്ർ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മുളാരിയിൽ നിന്നാണ്. എങ്ങനെയാണ് നമ്മൾ അംബ്ർ ഉണ്ടാക്കുക നോക്കാം.
നിങ്ങൾ നോക്കൂ, യജ്ലിസു എന്ന ഫസ്റ്റ് വേർഡ് തന്നെ ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് അക്ഷരം എന്താണ്? യാ എന്നല്ലേ, യാ എന്നാണ് അല്ലേ, യാ. ഈ യാ ജലസ എന്ന മാലിയിലുണ്ടോ? ഈ ജലസയിൽ ആ യാ ഉണ്ടോ? ഇല്ലല്ലോ. മുളാരി ആക്കിയപ്പോൾ അധികം വന്ന ഒരു അക്ഷരമാണ് ഈ യാ. യാ അതുകൊണ്ട് തന്നെ മുളാറത്തിൻ്റെ അക്ഷരം എന്നാണ് അതിനെ വിളിക്കുക. മുളാരി ആയപ്പോൾ അധികം വന്ന അക്ഷരം, അതാണ് മുളാറത്തിൻ്റെ അക്ഷരം. അങ്ങനെയാണ് ആ പേര്, മുളാറത്തിൻ്റെ അക്ഷരം. ഓക്കെ, അത് മുളാരയിൽ മാത്രമേ ഈ മുളാറത്തിൻ്റെ അക്ഷരം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്? അംബ്രാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മുളാറത്തിൻ്റെ അക്ഷരം അങ്ങ് ഒഴിവാക്കിയേക്കുക. അത് മുളാരയിൽ മതി. ഇനി നമ്മൾ അംബ്ര ഉണ്ടാക്കാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് മുളാറത്തിൻ്റെ അക്ഷരമായ യാ അങ്ങ് ഒഴിവാക്കുക. യാ ഒഴിവാക്കിയതിന് ശേഷമുള്ളത് വായിച്ചു നോക്കൂ നിങ്ങൾ. യജ്ലിസു എന്നല്ലേ, യാ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ജിലിസു എന്നാണ് അല്ലേ, ജിലിസു. ജ് ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണ്, ജ് എന്നാണ്, ജിലിസു, ജിൽ. അങ്ങനെ ആദ്യം സുക്കൂനുള്ള 2-3 പദങ്ങൾ വന്നാൽ അത് ഒന്നിച്ച് വായിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അറബിയിലെ ഒരു വേർഡും ഒരു വാക്കും സുക്കൂനിൽ തുടങ്ങില്ല. അതുകൊണ്ട് ഇവിടെയും സുക്കൂനിൽ തുടങ്ങാൻ പറ്റില്ല, അത് വായിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഒരു അലിഫ്, ഒരു ഹംസ ഇടണം. ഓക്കെ, ഈ അലിഫിന് നമ്മൾ ഫത്ഹാണോ കെസറാണോ ലൊമ്മാണോ കൊടുക്കേണ്ടത്? ഇപ്പോൾ അവിടെ ഒരു അലിഫ് ഇട്ടിട്ടേ ഉള്ളൂല്ലോ നമ്മൾ അല്ലേ, ഒരു ഹംസ ഇട്ടിട്ടേ ഉള്ളൂ നമ്മൾ. അതിന് ഫത്ഹാണോ കെസറാണോ ലൊമ്മാണോ കൊടുക്കേണ്ടത്? അത് നിർണ്ണയിക്കാൻ നമ്മൾ ഈ അവസാനത്തെ അക്ഷരം സീനല്ലേ, അതിന് മുമ്പുള്ള അക്ഷരം ഞാനത് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ഹർക്കത്ത് എന്ന് നോക്കുക. എന്താണ് അവിടെ? ലാമിന് കെസറല്ലേ? ഓക്കെ, ഈ ലാമിന് അഥവാ അവസാനത്തേതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ കെസറോ ആണെങ്കിൽ നമ്മൾ ഈ അലിഫിന് കെസറ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മുളാറത്തിൻ്റെ അക്ഷരം ഒഴിവാക്കി. അപ്പോൾ നോക്കുമ്പോൾ തൊട്ടടുത്ത അക്ഷരത്തിന് ജ് എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഉച്ചരിക്കാൻ പ്രയാസം, അതുകൊണ്ട് നമ്മൾ ഒരു അലിഫ്, ഒരു ഹംസ നമ്മൾ ഇട്ടു. ആ ഹംസക്ക്, ആ അലിഫിന് നമ്മൾ എന്ത് ചെയ്യണം? ഫത്ഹോ കസറോ ലൊമ്മോ കൊടുക്കണ്ടേ? അപ്പോൾ അതെന്ത് നോക്കിയാൽ തീരുമാനിക്കുക? യജ്ലിസു എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം സീനാണ്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ലാമാണ്. ആ ലാമിന് എന്താ ഹർക്കത്ത് നോക്കുക. അതിന് ഫത്ഹോ കസറോ ആണെങ്കിൽ ഈ അലിഫിന് നമ്മൾ കെസറ് കൊടുക്കണം. ഫത്ഹ ആണെങ്കിലും കെസറാട്ടോ കൊടുക്കുക. അപ്പോൾ ഈ എന്നാണ് തുടക്കത്തിൽ നമ്മൾ എഴുതേണ്ടത്, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ അംബ്രാവുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അവസാനത്തെ അക്ഷരത്തിന് ഈ ലൊമ്മ് മാറ്റിയിട്ട് സുക്കൂൻ കൊടുക്കുക. ഇപ്പം എന്ത് വായിക്കും? ഇപ്പോൾ ഇജ്ലിസ് എന്നായില്ലേ. ഇവിടെ യാ നമ്മൾ ആദ്യമേ വെട്ടി ഒഴിവാക്കി, അത് ഒഴിവാക്കി ബാക്കി ഇപ്പോൾ വായിച്ചു നോക്കൂ, ഇജ്ലിസ്. ആ ഇജ്ലിസ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെയാണ് ഇജ്ലിസ് ഉണ്ടാക്കിയത്. അപ്പോൾ 3 കാര്യം നമ്മൾ ചെയ്തത് അല്ലേ. ഒന്നുകൂടി പറയാം. ആദ്യം മുളാരിയിൽ മാത്രമുള്ള മുളാറത്തിൻ്റെ അക്ഷരം അത് നമ്മൾ ഒഴിവാക്കി. മുളാറത്തിൻ്റെ അക്ഷരം എന്നാൽ മുളാരിയിലെ ഫസ്റ്റ് അക്ഷരം നമ്മൾ ഒഴിവാക്കി, യജ്ലിസു, ആ യാ ഒഴിവാക്കി. ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ, സുക്കൂനായതുകൊണ്ട് അല്ലേ, സുക്കൂനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പിൽ നമ്മളൊരു അലിഫിനെ, ഒരു ഹംസയെ ഇടണം. ആ ഹംസക്ക് ഫത്ഹാണോ കസറാണോ ലൊമ്മാണോ കൊടുക്കേണ്ടത്? അത് നോക്കാൻ വേണ്ടി, അത് തീരുമാനിക്കാൻ വേണ്ടി യജ്ലിസു എന്നതിൻ്റെ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം സീനാണ്, അതിന് മുമ്പുള്ള അക്ഷരം ലാമാണ്. ആ ലാമിന് എന്താണ് ഹർക്കത്ത് നോക്കുക. അതിന് ഫത്ഹോ കെസറോ ആണെങ്കിൽ ഈ ഹംസക്ക്, നമ്മൾ പുതുതായിട്ട ഹംസക്ക് എന്ത് ചെയ്യണം? കെസറ് കൊടുക്കണം. ലാ എന്നായിരുന്നുവെങ്കിലും ഈ അലിഫിന്, ഈ ഹംസക്ക് നമ്മൾ കെസറ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അലിഫിട്ടു, ഒരു ഹംസ ഇട്ടു, ആ ഹംസക്ക് നമ്മൾ കെസറ് കൊടുത്തു, പിന്നെ അവസാനം സുക്കൂൻ ചെയ്തു. ഈ 3 കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അംറുണ്ടാക്കാം. ഇനി രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, നളറ, അതിന് മുളാരിയാണ് യൻളുറു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ്, യൻളുറു എന്ന മുളാരിയിൽ നിന്നാണ് നമ്മൾ അംറുണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ആദ്യം ഈ മുളാറത്തിൻ്റെ അക്ഷരം, അത് മുളാരിയിൽ മതി. മുളാരി അല്ലല്ലോ, നമ്മളിപ്പോൾ അംറല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുളാറത്തിൻ്റെ അക്ഷരം അങ്ങോട്ട് ഒഴിവാക്കി, യാ എന്നത് നമ്മളങ്ങ് വെട്ടി ഒഴിവാക്കുക. ഓക്കെ,
പിന്നെ നോക്കൂ ഉള്ളുറു എന്നാണ്. ഉള്ളുറു അത് ഉച്ചരിക്കാൻ പ്രയാസമാണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ യാ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അക്ഷരത്തിന് സുക്കൂനാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അക്ഷരമായിട്ട് പിന്നെ വരുന്നത് ന്യൂനാണ്. ആ ന്യൂനിന് സുക്കൂനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അലിഫ്, ഒരു ഹംസ ഇടുന്നു. ഇതിൻ്റെ മുന്നിൽ ഒരു ഹംസ, ഒരു അലിഫ് നമ്മൾ ഇടുന്നു. ആ ഹംസക്ക് നമ്മൾ ഫത്ഹാണോ ലൊമ്മാണോ കെസറാണോ കൊടുക്കുക, അത് തീരുമാനിക്കാൻ വേണ്ടി ഈ യന്ദുറു എന്നതിൻ്റെ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം ഏതാണ്? റാ ആണ്. അതിന് മുമ്പുള്ള അക്ഷരം ഏതാണ്? ഞാൻ ഈ ബ്ലൂ കളറിൽ കൊടുത്ത ഈ അക്ഷരമാണ് അവസാനത്തതിന് മുമ്പുള്ള അക്ഷരം. ആ അക്ഷരത്തിന് എന്താ ഹർക്കത്ത് നോക്കുക. എന്താ ഹർക്കത്ത്? ദാ ലൊമ്മാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ കെസറോ ആണെങ്കിൽ ഈ ഹംസക്ക് പുതുതായിട്ട് ഈ ഹംസക്ക് ഈ അലിഫിന് നമ്മൾ കെസർ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ നമ്മൾ ഇതിന് ലൊമ്മാണ് കൊടുക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ? യന്ദുറു എന്നതിൻ്റെ അവസാന അക്ഷരമുള്ള ഇതിന് റായിന് നമ്മൾ സുക്കൂൻ കൊടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഉൻലുർ. ആ ഉൻലുറല്ലേ ഇത്? ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അംബറുണ്ടാക്കാം. ഇനി നോക്കൂ, അടുത്തത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. തഹദ്ദസ സംസാരിച്ചു. സംസാരിക്ക് എന്ന അംറ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? തഹദ്ദസയുടെ മുലാരി നമ്മൾ എഴുതണം. യതഹദ്ദസു എന്നാണ് അതിൻ്റെ മുലാരി. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അംബർ ഉണ്ടാക്കാൻ ഈ മുലാറത്തിൻ്റെ അക്ഷരം അത് മുലാരിയിൽ മാത്രം മതി. അംബറിൽ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ആ മുലാറത്തിൻ്റെ അക്ഷരം യ എന്ന അത് നമ്മൾ ഒഴിവാക്കി. പിന്നെ നിങ്ങൾ നോക്കൂ, പിന്നെയുള്ള അക്ഷരം ഏതാ? പിന്നെ ഒന്നാമത്തെ അക്ഷരം തായാണ് അല്ലേ? പിന്നെ യാ കഴിഞ്ഞാൽ പിന്നെയുള്ള അക്ഷരം താ അല്ലേ? ആ താക്ക് സുക്കൂനാണോ? അല്ല. ത് എന്നല്ലല്ലോ, താ എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് സുക്കൂൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഹംസ, ഈ അലിഫ് ഇങ്ങനെ ഇവിടെ അലിഫ് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അലിഫിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉച്ചരിക്കാൻ നമുക്ക് പ്രയാസമല്ല. അവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അവസാനം സുക്കൂനിട്ടാൽ മാത്രം മതി. അപ്പോൾ യാ നമ്മൾ ഒഴിവാക്കി, മുലാറത്തിൻ്റെ അക്ഷരം ഒഴിവാക്കി. പിന്നെ ഉള്ളതിന് ഫത്ഹാണ്. അതുകൊണ്ട് നമ്മൾ ഹംസ ഇടുകയോ ഹംസക്ക് ഫത്ഹ് ലൊമ്മ് കൊടുക്കുകയോ ഒന്നും തന്നെ വേണ്ടല്ല. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് ഈ തഹദ്ദസ് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ലാഹല ശ്രദ്ധിച്ചു. അതിൻ്റെ അംബറുണ്ടാക്കാൻ സദ്ദിക്ക് എന്ന അംബറുണ്ടാക്കണം. അതിനെ മുലാരി ആക്കുക, യുലാഹിലു. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ. മൂന്നെണ്ണം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മൂന്നെണ്ണം. അതിനടുത്ത് നിങ്ങൾ പറയൂ. യുലാഹിലു എന്നതിന് അംബറുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ മുലാറത്തിൻ്റെ അക്ഷരമായ യു നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ. എന്നിട്ടുള്ള അക്ഷരം നോക്കൂ നിങ്ങൾ. ലാ എന്നാണ്. ലാ എന്നതൊരു അലിഫും കൂടി ഇട്ടപ്പോൾ ലാ എന്നായി. അപ്പോൾ ആദ്യത്തെ അക്ഷരം ലായാണ് അല്ലേ? ല എന്നതിന് ഫത്ഹാണ്, സുക്കൂനല്ല. അതുകൊണ്ട് നമ്മൾ അലിഫിടണ്ട. അലിഫിട്ടാലല്ലേ അതിന് ഫത്ഹോ ലൊമ്മോ കസ്റോ എന്നൊക്കെ നോക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ അലിഫ് ഹംസ വേണ്ട കാര്യമല്ല. ഇനിയിവിടെ നമ്മളെന്ത് ചെയ്യേണ്ടത്? ഈ അവസാനത്തെ അക്ഷരമായ ലാദിൻ്റെ മുകളിൽ നമ്മൾ ലാഇൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? സുക്കൂനിടണം. ലാഹിൽ. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇങ്ങനെയല്ല ഈസി ആയിട്ട് നമുക്ക് അംബറുണ്ടാക്കാം. അപ്പോൾ എങ്ങനെ അംബറുണ്ടാക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഒരു കാര്യം ചെയ്യാൻ ഒരാളോട് പറയുന്നതിനെയാണ് അംബ്ര എന്ന് പറയുക. അതെങ്ങനെയാണ് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരാളോട് നമ്മൾ പറയാണ് ഇരിക്കി. ഇനി രണ്ട് പുരുഷന്മാരോട് പറയാണ് ഇരിക്കൂ. രണ്ടിലേറെ പുരുഷന്മാരോട് പറയണം ഇരിക്കൂ എന്ന് പറയണം. അപ്പോഴൊക്കെ എങ്ങനെയാണ് പറയുക? അറബിയിൽ അതൊക്കെ വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് പറയുക? അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ അറബിയിൽ വ്യത്യാസമുണ്ട്. ഒരു പുരുഷനോട് പറയാണ് നീ ഇരിക്കുക എന്ന്, അതിന് ഇജ്ലിസ് എന്നാണ് പറയുക. രണ്ട് പുരുഷന്മാരോട് പറയാണ്, സ്ത്രീകളല്ല കേട്ടോ, സ്ത്രീകളുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, പുരുഷന്മാരോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും, സ്ത്രീകളോട് പറയുമ്പോൾ എങ്ങനെ പറയണം എന്നത്. അപ്പോൾ ഇജ്ലിസ് എന്നാൽ നീ ഇരിക്കി എന്നൊരു പുരുഷനോട് പറയാണ്. ഇജ്ലിസാ എന്നത് രണ്ട് പുരുഷന്മാരോട് പറയാം, നിങ്ങൾ ഇരിക്കൂ. ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കൂ എന്ന് രണ്ടിലേറെ, മൂന്നോ അതിലേറെയോ പുരുഷന്മാരോട് പറയുന്നതാണ് ഇജ്ലിസു, നിങ്ങൾ ഇരിക്കൂ. ഉൻലുർ, നീ നോക്ക്, ഒരു പുരുഷനോട് പറയാ. ഉൻലുറാ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ നോക്കൂ. ഉൻലുറൂ, നിങ്ങൾ കുറേ പുരുഷന്മാർ നോക്കൂ.
മൂന്നോ അതിലേറെയോ പുരുഷന്മാരോട് പറയാൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? ഇവിടെ ഇജ്ലിസാ എന്ന് പറയുമ്പോൾ ഒരു അവസാനം ഒരു അലിഫിട്ടിരിക്കുന്നു. ഇജ്ലിസൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വാവിട്ടിരിക്കുന്നു അല്ലേ? യെസ്, അതാണ് ഇവിടുത്തെ പ്രധാന പോയിൻറ്റ്സ്. അലിഫുൽ ഇസ്നൈനി വാവുൽ ജമാഅത്ത് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അലിഫുൽ ഇസ്നൈൻ രണ്ടാളുകളെ സൂചിപ്പിക്കുന്ന അലിഫ് എന്നാണ് അതിന് പറയാം. രണ്ടാളോടല്ലേ പറയുന്നത് ഇജ്ലിസ എന്ന്. ഇജ്ലിസു എന്നത് വാവുൽ ജമാഅത്ത് എന്നാണ് പറയുക. ഒരു സംഘം ആളുകളോട്, മൂന്നോ അതിലേറെയോ ആളുകളോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വാവിനെ വാവുൽ ജമാഅത്ത് എന്നാണ് പറയുക. അതൊന്നും ഇപ്പോൾ നിങ്ങൾ പേര് പഠിക്കണമെന്നില്ല, എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇജ്ലിസു, ഇജ്ലിസ അല്ലേ? ഇജ്ലിസ്, ഇജ്ലിസ, ഇജ്ലിസു. ഇനി നിങ്ങൾ മൂന്നാമത്തെ നോക്കൂ, തഹദ്ദസ്, തഹദ്ദസ. അവിടെ ഒരു അലിഫ് കൂട്ടി നിങ്ങൾ രണ്ടുപേർ സംസാരിക്കൂ. പിന്നെ തഹദ്ദസു, നിങ്ങൾ കുറേ പുരുഷന്മാർ ഇതൊക്കെ പുരുഷന്മാരോട് കേട്ടോ. മൂന്നോ മൂന്നിലേറെയോ പുരുഷന്മാരോട് സംസാരിക്കൂ എന്ന് പറഞ്ഞാണ് തഹദ്ദസു. ലാഹിൽ, നീ ശ്രദ്ധിക്ക്, ഒരു പുരുഷനോട് പറയാണ്. ലാഹില, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ശ്രദ്ധിക്കൂ. ലാഹിലു, നിങ്ങൾ കുറേ പുരുഷന്മാർ ശ്രദ്ധിക്കൂ. മൂന്നോ മൂന്നിലേറെയോ പുരുഷന്മാരോട് പറയാണ്. അപ്പോൾ ഒരാളോട് എങ്ങനെയാണ് പറയുക, രണ്ടാളോട് എങ്ങനെ പറയും, മൂന്ന് ആളോട് പുരുഷന്മാരോട് എങ്ങനെ പറയും? പഠിച്ചല്ലോ എല്ലാവരും. ഇജ്ലിസ്, ഇജ്ലിസ, ഇജ്ലിസു. ഉൻലുർ, ഉൻലുറ, ഉൻലുറു. തഹദ്ദസ്, തഹദ്ദസ, തഹദ്ദസു. ലാഹിൽ, ലാഹില, ലാഹിലു. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത വർക്ക് നോക്കാം. നഖ്റഉ വനുക്മിലു. നഖ്റഉ നമുക്ക് വായിക്കാം, വനുക്മിലു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ചില ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഖാലൽ ജദ്ദു ലിൽ വലദൈനി. ഖാല സെഡ്, പറഞ്ഞു. അൽ ജദ്ദു ദ ഗ്രാൻഡ് ഫാദർ, വല്യുപ്പ പറഞ്ഞു. ലിൽ വലദൈനി, രണ്ട് ആൺകുട്ടികളോട്. ടു ദ ടു ബോയ്സ്, രണ്ട് ആൺകുട്ടികളോട് പറഞ്ഞു. എന്താ പറഞ്ഞത് വല്യുപ്പ? പറഞ്ഞതെന്താ? ഇജ്ലിസാ ഹൗലി വൻളുറാ വജ്ഹൻ ലിവജ്ഹിൻ തഹദ്ദസാ നാളിറൈനി ഇലൽ ഉയൂൻ ലാഹിളാ വജ്ഹൽ ഉമ്മി. ഇജ്ലിസ, നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. ഒരാളോടാണെങ്കിൽ എങ്ങനെയാ പറയാ? ഇജ്ലിസ്. ഇജ്ലിസ എന്നാൽ രണ്ടുപേരോട് അല്ലേ? നിങ്ങൾ രണ്ട് പുരുഷന്മാർ, രണ്ട് ആൺകുട്ടികളാണല്ലോ, അവരോട് ഇജ്ലിസ, നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. ഹൗലി, എനിക്ക് ചുറ്റും. സിറ്റ് അറൗണ്ട് മീ. വ എന്നാൽ ആൻഡ്. ഉൻലുറ, നിങ്ങൾ രണ്ടുപേരും നോക്കൂ. ഒരാളോടാണെങ്കിൽ എങ്ങനെയാ പറയാ? ഉൻലുർ. ഉൻലുറ, നിങ്ങൾ രണ്ടുപേരും നോക്കൂ. വജ്ഹൻ ലി വജ്ഹ്, ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കിയിരിക്കൂ. വൻലുറ, നിങ്ങൾ നോക്കൂ. വജ്ഹൻ ലി വജ്ഹ്, ഫേസ് ടു ഫേസ്, ലുക്ക് ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കൂ. തഹദ്ദസ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കൂ. ഒരാളോടാണെങ്കിൽ എങ്ങനെ പറയാ? തഹദ്ദസ്. തഹദ്ദസ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കൂ. നാളിറൈനി, നോക്കിക്കൊണ്ട്. ഇലൽ ഉയൂൻ, കണ്ണുകളിലേക്ക്. സ്പീക്ക് വൈൽ ഗേസിങ് ഇൻ ടു ഈച്ച് അതേഴ്സ് ഐസ്. ലാഹിള, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കൂ, നിരീക്ഷിക്കൂ. ഒബ്സർവ്. ലാഹിൽ ഒരാളോട്, ലാഹിള രണ്ടാളോട്. എന്താ ശ്രദ്ധിക്കേണ്ടത്? വജ്ഹ്, മുഖം, ഫേസ്. ആരുടെ? അൽ ഉമ്മി, ഉമ്മയുടെ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പൂരിപ്പിക്കേണ്ടത് നോക്കൂ. ഇവിടെ ഒരു കോളം ഒഴിച്ചിട്ടിരിക്കുന്നു. ഉൻലുറ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഉൻലുറ എന്നാൽ നിങ്ങൾ രണ്ടുപേരും നോക്കൂ എന്നാണല്ലേ. ഇവിടെ തഹദ്ദസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരാളോട് പറയാം സംസാരിക്കുക എന്ന്. അപ്പോൾ ഈ കോളം ഇവിടെ ബ്ലാങ്കാണ്. അവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? ഇവിടെ രണ്ടുപേരും നോക്കൂ എന്നല്ലേ. അപ്പോൾ ഇവിടെ രണ്ടുപേരും സംസാരിക്കൂ എന്നായിരിക്കും വേണ്ടി വരിക അല്ലേ. ഇവിടെ ഏതാ വേണ്ടത്? ഇതൊക്കെ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ രണ്ടുപേരോട് നോക്കൂ എന്ന് പറയുന്നു. ഇവിടെ ഒരാളോട് സംസാരിക്കൂ എന്ന് പറയുന്നു. ഇവിടെ ലാഹിള, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരാളോട് ശ്രദ്ധിക്കൂ എന്നത് എഴുതണം. ലാഹിൽ നമുക്കറിയാമല്ലോ. തഹദ്ദസ് എന്നതിൻ്റെ നേരെ ഇവിടെ എന്തെഴുതും? തഹദ്ദസ. ഉൻലുറ എന്നിവിടെ ഉണ്ട്. അപ്പോൾ ഒരാളോട് പറയുന്നതാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാ പറയുക? ഒരാളോട് കമാൻഡ് ചെയ്യുക എങ്ങനെയാ? ഉൻലുർ അല്ലേ. സിമ്പിൾ. ഇനി അടുത്ത വർക്ക് നോക്കാം. നുക്മിലുൽ ഫറാഗ് ബിസ്വീഗതി അംറിൻ മുനാസിബത്തിൻ ലിൽ അഫ്ആലി ഫിൽ ഖൗസൈൻ.
നുക്മിലു നമുക്ക് പൂരിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഫിൽ ചെയ്യാം. അൽ ഫറാഗ് ഈ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗങ്ങൾ, ഇവിടെ 3 ബ്ലാങ്കായ സ്ഥലങ്ങൾ കാണാമല്ലോ, ഫറാഗ് ബ്ലാങ്കായ സ്ഥലം. ബിസ്വീഗത്ത് രൂപം കൊണ്ട്, ബിസ്വീഗത്ത് അംർ അംറിൻ്റെ രൂപം കൊണ്ട് അഥവാ അംർ കൊണ്ട്. മുനാസിബ യോജിച്ച, വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ഇംപറേറ്റീവ് ഫോം യോജിച്ച അംറിൻ്റെ രൂപം കൊണ്ട്. അപ്പോൾ അംറിന് 3 രൂപം നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോൾ ഇജിലിസ്, ഇജിലിസ, ഇജിലിസു അല്ലേ? ഉന്ദുർ, ഉന്ദുറ, ഉന്ദുറു, അങ്ങനെ 3 രൂപം ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൽ യോജിച്ച രൂപം ഇവിടെ ചേർത്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ലിൽ അഫ്ആലി ഏത് ഫീലുകളുടെ? ലിൽ അഫ്ആലി ഫീലുകളുടെ. ഫിൽ ഖൗസൈനി ബ്രാക്കറ്റിലുള്ള, ഇവിടെ ബ്രാക്കറ്റിലുള്ള കതബ കണ്ടില്ലേ? ഖറഅ, ശരിബ, ഇതിനെ അംറാക്കുക. എന്നിട്ട് ആ അംറിന് തന്നെ 3 രൂപം അല്ലേ? അതിൽ ഏത് രൂപമാണോ ഇവിടെ ചേർക്കേണ്ടത് അത് ചേർത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കതബ എന്നതിൻ്റെ അംറുണ്ടാക്കണം. കതബ എന്നാൽ എന്താ അർത്ഥം? എഴുതി എന്നാണ് അല്ലേ? അപ്പോൾ കതബ എഴുതി, അതൊരു മാളിയായ ഫെയിലാണ്. മാളിയിൽ നിന്നല്ല നമ്മൾ അംറുണ്ടാക്കുക. അംറുണ്ടാക്കണമെങ്കിൽ നമ്മളതിനെ മുലാരി ആക്കണം. ഇവിടെ താഴെ ഞാൻ എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുലാരി ആക്കണം. യക്തുബു എന്നാണ്, യക്തുബു. അപ്പോൾ കതബയിലില്ലാത്ത ഒരു അക്ഷരം യക്തുബുവിൽ വന്നിട്ടുണ്ട് മുലാരി ആക്കിയപ്പോൾ. ഏതാണ്? യ. ആ യ മുലാരിയിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആ മുലാറത്തിൻ്റെ അക്ഷരം എന്നാണ് അതിന് പറയുക. അംറുണ്ടാക്കുമ്പോൾ നമുക്ക് അത് വേണ്ടതില്ല. ആ യ മുലാറത്തിൻ്റെ അക്ഷരമായ യ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, യ ഒഴിവാക്കി. പിന്നെ വായിച്ചു നോക്കൂ, കുതുബു എന്നാണ് അല്ലേ? കുതുബു. അങ്ങനെ ഖ് എന്നതിന് സുക്കൂനാണ്. അപ്പോൾ അങ്ങനെ സുക്കൂനിൽ അറബിയിൽ ഒരു അക്ഷരം, ഒരു വാക്ക് തുടങ്ങാൻ പാടില്ല, വായിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഹംസ ഇടുന്നു, ഒരു അലിഫിലെ ഒരു ഹംസ നമ്മൾ ഇടുന്നു. അതിന് നമ്മൾ ഫത്ഹാണോ ലൊമ്മാണോ കസ്റാണോ കൊടുക്കേണ്ടത്? അതെങ്ങനെ തീരുമാനിക്കും? അവസാനത്തേതിന് മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം ബ ആണ്, അതിന് മുമ്പുള്ള അക്ഷരം ത അല്ലേ? ഇവിടെ ഈ തു ഇല്ലേ? അതിന് എന്താണ്? അതിന് ലൊമ്മാണ്. അപ്പോൾ അതിന് ലൊമ്മാണെങ്കിൽ ഇതിന് ഈ ഹംസക്ക് നമ്മൾ ലൊമ്മ് കൊടുക്കണം. അങ്ങനെ അവസാനം സുക്കൂനും ചെയ്യണം. അങ്ങനെ ഉക്തുബ് എന്നുണ്ടാക്കി. ഉക്തുബ്, ഈ ഉക്തുബ് എന്നാണോ ഒന്നാമത്തേൻ്റെ നേരെ എഴുതേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. അയ്യുഹത്തുല്ലാബ്, ഏ കുട്ടികളെ. ത്വാലിബുൻ എന്നാൽ വിദ്യാർത്ഥി അല്ലേ? 2 വിദ്യാർത്ഥി, ത്വാലിബാനി. തുല്ലാബുൻ എന്നാൽ 3 അതിലേറെയോ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലാണ് തുല്ലാബ് എന്ന് പറയാം. അപ്പോൾ അയ്യുഹത്തുല്ലാബ്, ഏ വിദ്യാർത്ഥികളെ. അത്തമാരീൻ എന്നാൽ എക്സർസൈസുകൾ. നിങ്ങൾ എക്സർസൈസുകൾ എഴുതണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ 3 അതിലേറെയോ കുട്ടികളോട് നമ്മൾ നിങ്ങൾ എഴുതണം എന്ന് പറയണം. അതിന് ഉക്തുബ് എന്നാണോ പറയേണ്ടത്? അല്ല, ഉക്തുബ് എന്നാൽ ഒരു കുട്ടിയോട് പറയുമ്പോഴാണ്, ഒരു വിദ്യാർത്ഥിയോട് പറയുമ്പോൾ. 2 വിദ്യാർത്ഥികളുണ്ടെങ്കിലോ ഉക്തുബ എന്ന്. ഇപ്പോൾ 3 അതിലേറെയോ തുല്ലാബ് ഉണ്ടല്ലേ? തുല്ലാബ് വിദ്യാർത്ഥികളെ, കുറേ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഉക്തുബു. ഇവിടെ എഴുതേണ്ട എന്താ? ഉക്തുബു എന്ന് എഴുതാം. ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കേട്ടോ. അപ്പോൾ ഉക്തുബു എന്നാണ് എഴുതേണ്ടത്. ഉക്തുബു. ഉക്തുബു എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു അലിഫും കൂടി ഇടണേ, അത് നിങ്ങൾ മറക്കരുത്. ഒരു അലിഫും കൂടി ഇടും. അതെന്തിനാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ട്, അതാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ ഒരു അലിഫ് നമ്മൾ ഇടണം. ഓക്കെ, ഉക്തുബു. ഇനി നോക്കൂ നിങ്ങൾ, യാ വലദാനി. വലതുൻ എന്നാൽ ഒരാൺകുട്ടി, വലദാനി 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികളെ. ഡേഷ് അൽ കിതാബ, കിതാബ് എന്നാൽ പുസ്തകം. എന്താണ് ചേർക്കേണ്ടത്? ഖറഅ, വായിച്ചു. നിങ്ങൾ വായിക്കൂ എന്ന് 2 ആൺകുട്ടികളോട് പറയണം. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ അംറുണ്ടാക്കണം എന്ന് നോക്കണം. പിന്നെ 2 ആൺകുട്ടികളോട് എങ്ങനെയാണ് അംറ് പറയുക, കൽപ്പിക്കുക എങ്ങനെയാണ് അത് നോക്കണം അല്ലേ? അപ്പോൾ ഖറഅ എന്നാൽ വായിച്ചു, അതൊരു മാളിയായ ഫെയിലാണ്. അതിൽ നിന്നല്ല, അതിൻ്റെ മുലാരിയിൽ നിന്നാണ് നമ്മൾ അംറുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ മുലാരി യഖ്റഉ എന്നാണ്. ഓക്കെ, ഈ യഖ്റഉ എന്ന് മുലാരി ഉണ്ടാക്കിയപ്പോൾ അധികം വന്ന ഈ യ, അത് മുലാറത്തിൻ്റെ അക്ഷരം എന്നാണ് അതിന് പറയുക. അതിനെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. അംറുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
പിന്നെ വായിച്ച് നോക്കുമ്പോൾ ഖിറഉ എന്നാണ്. ഖാഫിന് സുക്കൂനാണ് അല്ലേ, അങ്ങനെ ഉച്ചരിക്കാൻ പ്രയാസമാണ്, വായിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ അക്ഷരത്തിന് യാ കഴിഞ്ഞാൽ പിന്നെയുള്ള അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ട് നമ്മളൊരു ഹംസ ഇടുന്നു, അഥവാ ഒരു അലിഫ് ഇടുന്നു. ഈ അലിഫിന് ഫത്ഹാണോ ലൊമ്മാണോ കസറാണോ കൊടുക്കുക, അത് നോക്കാൻ വേണ്ടി ഇതിൻ്റെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം എന്താണ്, അലിഫാണ്. അതിന് മുമ്പുള്ള അക്ഷരം റാ ആണ്. റാഇന് ഫത്ഹാണ്. ഈ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ കസറോ ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എഴുതിയ അലിഫിന്, ഈ എഴുതിയ ഹംസക്ക് നമ്മൾ കസർ കൊടുക്കണം. എന്നിട്ട് അവസാനം സുക്കൂനും കൊടുക്കണം. ഇഖ്റ എന്നാകും. അങ്ങനെ ഇഖ്റ എന്നായി. അപ്പോൾ അംറുണ്ടാക്കി. ഇനി ഇഖ്റ ആ, രണ്ട് പേരില്ലേ, രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് ഇഖ്റ ആ എന്നാണ് എഴുതേണ്ടത്. ഇഖ്റ ആ. യാ ബുനയ്യ, പൊന്നുമോനെ. ചെറിയ കുട്ടിയോട് സ്നേഹത്തോടെ പറയുക, യാ ബുനയ്യ, പൊന്നുമോനെ. ബി യമീനിക്ക, നിൻ്റെ വലത് കൈ കൊണ്ട്. ബി എന്നാൽ കൊണ്ട്, യമീൻ എന്നാൽ വലത്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വലത് കൊണ്ട്, അഥവാ നിൻ്റെ വലത് കൈ കൊണ്ട്. ശരിബ കുടിച്ചു, കുടിക്ക് എന്ന് പറയണം അല്ലേ. യാ ബുനയ്യ, ഒരു മോനോടാണ് പറയുന്നത്. അപ്പോൾ ഒരാളോട്, ഒരു ആൺകുട്ടിയോട് എങ്ങനെയാണ് കുടിക്ക് എന്ന് പറയാം. അപ്പോൾ ശരിബ എന്നാൽ കുടിച്ചു എന്നാണ്. അപ്പോൾ അത് മാളിയാണ്. അപ്പോൾ നമ്മൾ മുളാരി ഉണ്ടാക്കണം. യശ്റബു എന്നതിൽ നിന്നാണ് അംറുണ്ടാക്കുക. അപ്പോൾ അത് മുളാരിയാണല്ലോ. അതിൻ്റെ മുളാരത്തിൻ്റെ അക്ഷരമായ യ, അത് നമ്മൾ ഒഴിവാക്കുക. പിന്നെ നോക്കുമ്പോൾ ഷ്റബു എന്നാണ്. ആദ്യത്തെ അക്ഷരം പിന്നെ ആണല്ലോ. ആ ഷിന് സുക്കൂനാണ്. അത് ഉച്ചരിക്കാൻ പ്രയാസമായതുകൊണ്ട് നമ്മളൊരു ഹംസ ഇടുന്നു, ഒരു അലിഫ് ഇടുന്നു അല്ലേ. അതിന് ഫത്ഹാണോ കസറാണോ ലൊമ്മാണോ കൊടുക്കേണ്ടത്, അത് അവസാനത്തിന് മുമ്പുള്ള അക്ഷരം, അവസാനത്തേതിൻ്റെ മുമ്പുള്ള അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം ബ ആണ്, അതിന് മുമ്പുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. അത് റാ ആണ്. റാക്ക് എന്താണ്, ഫത്ഹാണ്. അതിന് ഫത്ഹാണെങ്കിലും കെസറാണെങ്കിലും നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ അലിഫിന്, അഥവാ ഈ ഹംസക്ക് നമ്മൾ കെസർ കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണത്, സുക്കൂനിടണം. ഇസ്റബ് അല്ലേ. അപ്പോൾ ഇസ്റബ് എന്നായി. അങ്ങ് ആ ഇസ്റബാണ് ഈ ഇസ്റബ്. അപ്പോൾ ഒരു കുട്ടിയോടല്ലേ പറയുന്നത്, അതുകൊണ്ട് ഇസ്റബ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. രണ്ട് കുട്ടികളുണ്ടെങ്കിലോ ഇസ്റബ എന്ന് പറയേണ്ടിയിരുന്നു. മൂന്നിലേറെയോ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇസ്റബു എന്ന് പറയണം. ഇവിടെ ഒരു കുട്ടിയേ ഉള്ളൂ, അതുകൊണ്ട് ഇസ്റബ്. യാ ബുനയ്യ ഇസ്റബ്, ഇതിന് ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി. യാ ബുനയ്യ ഇസ്റബ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? വെരി ഗുഡ്. നഖ്റഉ വനതദറബു. നഖ്റഉ നമുക്ക് വായിക്കാം, ലെറ്റസ് റീഡ്. വനതദറബു നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. എന്താ നോക്കാം. മസാല നസീമു യഹുബു, നേരത്തെ നമ്മൾ പഠിച്ച കാര്യം. മസാല നസീമു യഹുബു, ദ ബ്രീസ് കണ്ടിന്യൂസ് ടു ബ്ലോ, അല്ലെങ്കിൽ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ മസാല. പിന്നെ നോക്കൂ നിങ്ങൾ, മസാലത്തിൽ തുറന്നിമു ഹത്താ യനാമ തിഫ്ലു. മസാലത്തിൽ എന്നാൽ ഉമ്മ, തുറന്നിമു പാടുന്നു, താരാട്ട് പാടുക, പാടുന്നു. മസാലത്തുറന്നിമു എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് തുറന്നിമു എന്നാൽ പാടുന്നു, മസാലത്തുറന്നിമു എന്നാൽ പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഹത്താ യനാമ ഉറങ്ങുന്നതുവരെ, അത്തിഫ്ലു കുട്ടി ഉറങ്ങുന്നതുവരെ ഉമ്മ പാടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മാസാല എന്നതിൻ്റെ മീനിങ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് ആയിക്കൊണ്ടേയിരിക്കുന്നു, തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസാല എന്ന വേർഡ് ഉപയോഗിക്കുക. ഓക്കെ, ഈ മാസാലയുടെ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാസാല എന്നത് ഇവിടെ മാസാല എന്നും ഇവിടെ മാസാലത്ത് എന്നും വന്നിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് മാസാല എന്ന് പറയുക, എപ്പോഴാണ് മാസാലത്ത് എന്ന് പറയുക? അതാണ് ഒന്നാമത്തെ കാര്യം. ഈ മാസാല എന്നതിന് ശേഷം പറയുന്ന ഈ വേർഡ് ഉണ്ടല്ലോ, ഇതൊരു പുരുഷനാണെങ്കിൽ, അതുപോലെ ഒരു പുല്ലിംഗ പദമാണെങ്കിൽ ആണ് മാസാല എന്ന് പറയാം. എന്നാൽ മാസാല എന്നതിന് ശേഷമുള്ളത് ഒരു സ്ത്രീലിംഗ പദമാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ, അവിടെ നമ്മൾ മാസാലത്ത് എന്ന് പറയണം. അത്രയേ ഉള്ളൂ. സിമ്പിളാക്കി പറഞ്ഞാൽ അത്ര. നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അത്രയും ലളിതമാക്കി പറയുന്നത്. മാസാല എന്നതിന് ശേഷം ഒരു പുരുഷൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പുല്ലിംഗ പദമോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാസാല എന്നാണ് പറയേണ്ടത്. എന്നാൽ അതിനുശേഷം മാസാലയ്ക്ക് ശേഷം നമ്മളൊരു സ്ത്രീയുടെ പേര്, ഉമ്മു എന്നതൊരു സ്ത്രീ അല്ലേ, ആണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗ പദമോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്ത്രീലിംഗ പദം എന്ന് പറഞ്ഞാൽ എന്താ?
ഇപ്പം നേരത്തെ നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ടില്ലേ അൽ അസ്ഹാർ, അതിൻ്റെ മുഫ്രദ് സഹ്റത്തുൻ എന്നാണ്. സഹ്റത്തുൻ എന്ന പദം ഒരു സ്ത്രീലിംഗ പദമാണ്. അതെങ്ങനെ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു വഴി, സാധാരണ സ്ത്രീ അല്ലേ, ഈ സഹ്റത്തുൻ എന്നതിൻ്റെ അവസാനമുള്ള ആ ചെറിയ താ ഉണ്ടല്ലോ, സഹ്റത്തുൻ, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു സ്ത്രീലിംഗ പദമാണ് എന്ന്. എല്ലാ പദങ്ങളിലും അങ്ങനെയല്ല, ഭൂരിപക്ഷം പദങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ആ വേർഡ് ഒരു സ്ത്രീലിംഗ പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹ്റത്തുൻ. സാധാരണ സ്ത്രീകളുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഫാത്തിമത്തുൻ, സ്വാലിഹത്തുൻ, ആയിഷത്തുൻ, അങ്ങനെയല്ലേ പേര്. സാധാരണ സ്ത്രീകളുടെ പേരിൻ്റെ അവസാനത്തിൽ ആ ചെറിയ താ ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാക്കാം അത് ഒരു സ്ത്രീലിംഗ പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അങ്ങനെ അല്ലാത്ത 1-2 പദങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മാസാല എന്നതിന് ശേഷം ഒരു സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗ പദമോ വന്നാൽ മാസാല എന്നതിനെ നമ്മൾ മാസാലത്ത് എന്നാക്കണം. ഇത്രയേ ഉള്ളൂ അതിലെ കാര്യം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് ഇനി നുലീഫു മാസാല മാസാലത്ത്, നുലീഫു നമുക്ക് ചേർക്കാം, വി ആഡ് മാസാല അല്ലെങ്കിൽ മാസാലത്ത്, ഏതാ ചേർക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അൽ വലതു യഹ്ഫദു നശീദ, അൽ വലതു ആൺകുട്ടി, യഹ്ഫദു മനപ്പാടമാക്കുന്നു, അന്നശീദ പാട്ട്, ദ ബോയ് മെമ്മറൈസസ് ദ സോങ്. അപ്പോൾ ആൺകുട്ടി പാട്ട് മനപ്പാടമാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മാസാല എന്നാണോ മാസാലത്ത് എന്നാണോ പറയേണ്ടത്? അപ്പോൾ മാസാല എന്ന് നമ്മൾ എവിടെയാണ് ചേർക്കേണ്ടത്? ഏറ്റവും മുന്നിലാണ് മാസാല എന്ന് ചേർക്കുക. ഓക്കെ, ഇവിടെ മാസാല എന്ന് ചേർക്കണോ മാസാലത്ത് എന്ന് ചേർക്കണോ എന്നാണ് വിഷയം. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? അൽ വലതു, ആൺകുട്ടിയെക്കുറിച്ചാണല്ലേ പറയുന്നത്. അതുകൊണ്ട് മാസാല എന്ന് മതി. അവിടെ ബിന്തു എന്നാണ്, ഒരു പെൺകുട്ടിയെക്കുറിച്ചാണെങ്കിൽ അവിടെ മാസാലത്ത് എന്ന് എഴുതണം. ഓക്കെ, സിമ്പിളല്ലേ? അൽ മത്തർ യൻസിലു, അൽ മത്തറു മഴ, യൻസിലു പെയ്യുന്നു, ദ റെയിൻ ഫാൾസ്. അപ്പോൾ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മാസാല എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്, അത് മുന്നിൽ ചേർക്കണം. മാസാല എന്നത് അതിൻ്റെ മുന്നിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അൽ മത്തറു എന്ന വേർഡ് ശ്രദ്ധിക്കുക. ഇത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? മഴ എന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ മത്തർ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. അതിൽ എന്തെങ്കിലും സ്ത്രീലിംഗ അടയാളങ്ങളുണ്ടോ? അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ചെറിയ താവൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു പുല്ലിംഗ പദമാണ്. അതുകൊണ്ട് മാസാലൽ മത്തറു എന്ന് എഴുതിയാൽ മതി. മാസാലൽ മത്തറു യൻസിലു. ഇനി അടുത്ത നോക്കൂ, അല്ലാഇബത്തു കളിക്കാരി. ഇംഗ്ലീഷ് പറയുമ്പോൾ ദ പ്ലെയർ എന്ന് തന്നെയാണ് പറയുക. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആണാണെങ്കിൽ കളിക്കാരൻ എന്ന് പറയും, പെണ്ണാണെങ്കിൽ കളിക്കാരി എന്ന് പറയും, അല്ലേ? ഓക്കെ, ഇവിടെ ലാഇബത്തു, അറബിയിൽ ആ വ്യത്യാസമുണ്ട്. ലാഇബ് കളിക്കാരൻ, ലാഇബത്ത് കളിക്കാരി. കളിക്കാരി തജ്രി ഓടുന്നു, ഹത്താ തത്അബ ക്ഷീണിക്കുന്നത് വരെ, ദ പ്ലെയർ റൺസ് അണ്ടിൽ ഷീ ഗെറ്റ്സ് ടയേർഡ്. ഇവിടെ നമ്മൾ ക്ഷീണിക്കുന്നത് വരെ കളിക്കാരി ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മാസാല എന്നാണ് ചേർക്കേണ്ടത്. മാസാല എന്നാണോ മാസാലത്ത് എന്നാണോ ചേർക്കേണ്ടത്? അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാസാല എന്നാണോ മാസാലത്ത് എന്നാണോ? ഇവിടെ നമ്മൾ മാസാലത്ത് എന്ന് ചേർക്കണം. ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അപ്പോൾ താക്ക് എഴുതിയാൽ കുറച്ച് ഭംഗിയോ കുറഞ്ഞു പോയി, സോറി. ഓക്കെ, അപ്പോൾ മാസാലത്ത് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ ലാഇബത്തു കളിക്കാരി ആണ്, പുരുഷനല്ല, പെണ്ണാണ്. അതുകൊണ്ട് മാസാലത്ത് എന്ന് പറയണം. ഓക്കെ, സിമ്പിളല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. മാസാല അല്ലെങ്കിൽ മാസാലത്ത്. എവിടെയാണ് മാസാല ചേർക്കുക, എവിടെയാണ് മാസാലത്ത് എന്ന് ചേർക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കാര്യം. ഇനി അടുത്ത വർക്ക് നോക്കാം. നഖറഉൽ ഫിഖറത വനഫ്ഹമു. നഖറഉ നമുക്ക് വായിക്കാം, അൽ ഫിഖറത ഈ പാരഗ്രാഫ് നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. വി റീഡ് ദ പാരഗ്രാഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ശേഷമുള്ള വർക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആദ്യം നന്നായി മനസ്സിലാക്കണം. കാനത്തിൽ ഗാബത്തു കസീഫത്തൻ ബിൽ അഷ്ജാർ. കാനത്ത് ആയിരുന്നു, വാസ്. അൽ ഗാബത്തു ദ ഫോറസ്റ്റ്, കാട് ആയിരുന്നു. കസീഫത്തൻ നിറഞ്ഞതായിരുന്നു, ഇടതൂർന്നതായിരുന്നു, അഥവാ അടുത്തടുത്തുള്ളതായിരുന്നു. എന്ത്? ബിൽ അഷ്ജാർ മരങ്ങൾ കൊണ്ട്. ദ ഫോറസ്റ്റ് വാസ് ഡെൻസ്,
ദ ഫോറസ്റ്റ് വാസ് ഡെൻസ് വിത്ത് ട്രീസ്. മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ കാട്. ഹിയ അത്, മഅ്വ അഭയകേന്ദ്രമായിരുന്നു. ആ കാട് അഭയകേന്ദ്രമായിരുന്നു. ഇറ്റ് വാസ് എ ഹാവൻ. ആരുടെ? അൽ ഹയവാനാത്തി മൃഗങ്ങളുടെ, വത്തുയൂർ പക്ഷികളുടെയും. ഇറ്റ് വാസ് എ ഹാവൻ ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. മനാളിറുഹ ജമീലത്തുൻ. മനാളിറുഹ അതിലെ കാഴ്ചകൾ, ഇതിൻ്റെ സൈറ്റുകൾ, ഇറ്റ് സൈറ്റ്സ് ജമീലത്തുൻ ഭംഗിയുള്ളതായിരുന്നു. ഇറ്റ് സൈറ്റ്സ് വേർ ബ്യൂട്ടിഫുൾ. യഅ്തി ഇലൈഹ അതിലേക്ക് വരുന്നു. അസ്സുവാറു വിസിറ്റേഴ്സ്. വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സന്ദർശകർ വരുന്നു. എന്തിന്? ലിയതമത്തഉ ആസ്വദിക്കുന്നതിന് വേണ്ടി. ടു എൻജോയ്. ബി അസ്വാത്ത് ശബ്ദങ്ങൾ. സ്വൗത്തുൻ എന്നതിന് ജമാണ് അസ്വാത്ത് ശബ്ദങ്ങൾ. അൽ ഹയവാനാത്തി മൃഗങ്ങളുടെയും, വത്തുയൂരി പക്ഷികളുടെയും. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി സന്ദർശകർ ആ കാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ദ വിസിറ്റേഴ്സ് കെയിം ടു എൻജോയ് ദ സൗണ്ട്സ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. വലിയു ഷാഹിദു കാണുന്നതിന് വേണ്ടിയിട്ടും. ടു ഒബ്സർവ്. ഹയാതഹ ത്വബീഇയ്യ അതിൻ്റെ ആ പ്രകൃതി ജീവിതം, നാച്ചുറൽ ലൈഫ്. ഹയാത്തും ത്വബീഇയ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലൈഫ്. കാട്ടിലെ ആ നാച്ചുറൽ ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പലയിടത്തുനിന്നും സന്ദർശകർ വരുന്നു. യസ്വീഹു ദീക്കു. യസ്വീഹു കൂവുന്നു. അദ്ദീക്കു പൂവൻകോഴി. സ്വബാഹൻ രാവിലെ. രാവിലെ പൂവൻകോഴി കൂവുന്നു. അപ്പോൾ കാട്ടിൽ കാട്ടുകോഴി ഉണ്ടാവുമല്ലോ, അത് കൂവുന്നു. ദ റൂസ്റ്റർ ക്രോസ് ഇൻ ദ മോർണിംഗ്. ഫതതീറു തുയൂറു അപ്പോൾ പക്ഷികൾ പറക്കുന്നു. ഫതതീറു അപ്പോൾ പറക്കുന്നു. അത്തുയൂറു പക്ഷികൾ. ദ ബേർഡ്സ് ഫ്ലൈ. മിനൽ ആഷാഷി കൂടുകളിൽ നിന്ന്. ഉഷുൻ എന്നതിൻ്റെ ജമാണ് ആഷാഷ് കൂടുകളിൽ നിന്ന്. ഫ്രം ദെയർ നെസ്റ്റ്. ദ ബേർഡ്സ് ഫ്ലൈ ഫ്രം ദെയർ നെസ്റ്റ്. തർത്തഫ്യു ഉയരുന്നു. അസ്വാത്തുഹ അവയുടെ ശബ്ദം. ദെയർ വോയിസസ് റൈസ് അവ പക്ഷികളുടെ ശബ്ദം ഉയരുന്നു, അഥവാ പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്നു. മിഥില ലൈക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോലെ കുറേ എണ്ണം പറയാണ്. മിഥില എന്ന് പറഞ്ഞാൽ ലൈക്ക് പോലെ. സഖ്സഖത്തിൽ ഉസ്ഫൂർ. ഉസ്ഫൂർ എന്നാൽ എന്താണ്? സ്പാരോ കുരുവി. കുരുവിയുടെ ശബ്ദം അതാണ് സഖ്സഖത്ത്. ചിർപ്പിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ വേർഡ് ഉപയോഗിക്കുക. ഓരോ കിളിയുടെ ശബ്ദത്തിനും വ്യത്യസ്ത പദങ്ങളാണ് ഓരോ ഭാഷയിൽ ഉപയോഗിക്കുക. അപ്പോൾ അറബിയിൽ ഉസ്ഫൂറിൻ്റെ കുരുവിയുടെ ശബ്ദത്തിനാണ് സഖ്സഖത്ത് എന്ന് പറയുക. ഇംഗ്ലീഷിൽ അതിന് ചിർപ്പിംഗ് എന്നാണ് പറയുക. ചിർപ്പിംഗ് ഓഫ് സ്പാരോസ്. വഹദീലിൽ ഹമാമത്തി. ഹമാമത്ത് എന്നാൽ എന്താണ്? ഡോവ് അഥവാ പ്രാവ്. പ്രാവിൻ്റെ ശബ്ദത്തിനാണ് ഹദീൽ എന്ന് പറയുക. കൂയിങ് ഓഫ് ഡോവ്സ്. കൂയിങ് ഓഫ് ഡോവ്സ്. ഹദീൽ. ഹദീൽ എന്നാൽ പ്രാവിൻ്റെ ശബ്ദം. വനഈഖിൽ ഖുറാബ്. ഖുറാബ് എന്നാൽ എന്താ? ക്രൗസ് അഥവാ കാക്കകൾ. കാക്കകളുടെ ശബ്ദത്തിനാണ് നഈഖ് എന്ന് പറയുക. കാക്കകളുടെ ശബ്ദം. ദ കോയിങ് ഓഫ് ക്രൗസ്. വഹദ്ഹദത്തിൽ ഹുദ്ഹുദ്. മരംകൊത്തിക്കാണ് ഹുദ്ഹുദ് എന്ന് പറയുക. മരംകൊത്തിയുടെ ശബ്ദത്തിനാണ് ഹദ്ഹദത്ത് എന്ന് പറയുക. ഹദ്ഹദത്തിൽ ഹുദ്ഹുദ്. അത് തമ്മിൽ അല്ലേ ഒരു ബന്ധമുണ്ട് ആ രണ്ട് പദങ്ങളും തമ്മിൽ. ഹദ്ഹദത്തിൽ ഹുദ്ഹുദ്. വാർബ്ലിംഗ് ഓഫ് ഹുപ്പോസ്. ഹുദ്ഹുദ് എന്നാൽ മരംകൊത്തി. മരംകൊത്തിയുടെ ശബ്ദമാണ് ഹദ്ഹദത്ത്. ഈ വേർഡുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ പക്ഷിയുടെയും ശബ്ദത്തിന് എന്ത് പറയുന്നു. വ തഗ്രീദിൽ ബുൽബുൽ. തഗ്രീദ് എന്നാൽ പാട്ട്, സിംഗിങ്. ആരുടെ? അൽ ബുൽബുൽ നൈറ്റിംഗേൽ. സിംഗിങ് ഓഫ് നൈറ്റിംഗേൽ, കുയിലിൻ്റെ പാട്ട്. വനഖ്നഖത്തി ദജാജ. ദജാജ എന്നാൽ എന്താണ്? പെടക്കോഴി. പൂവൻകോഴിയുടേത് യസ്വീഹു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ പെടക്കോഴിയുടേത് പറയും നഖ്നഖത്ത് എന്നാണ് പിടക്കോഴിയുടെ ശബ്ദത്തിന് പറയുക. അപ്പോൾ ക്ലക്കിംഗ് ഓഫ് ഹെൻസ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. ക്ലക്കിംഗ്. വ അമ്മൽ ഹൈവാനാത്തു. അമ്മ എന്നാൽ അൽ ഹൈവാനാത്തു മൃഗങ്ങൾ. ഫതുസ്രിയു അവ വേഗത്തിൽ പോകുന്നു. ഇലൽ മറാഇ അവയുടെ മേച്ചിൽ സ്ഥലത്തേക്ക്. ദേ ഹറി ടു ദ പാസ്റ്ററിലേക്ക് അഥവാ മേച്ചിൽ സ്ഥലത്തേക്ക് അവ. മറാഇ മേച്ചിൽ സ്ഥലത്തേക്ക് അവ വേഗം പോകുന്നു.
അതിന് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ പറയാണ്. അൽ ഖിത്തു പൂച്ച, ദ ക്യാറ്റ്. യമൂ ഒ അത് പൂച്ചയുടെ മ്യാവൂ ശബ്ദം ഉണ്ടല്ലോ, ആ പൂച്ചയുടെ ശബ്ദം അതാണ് മ്യൂസ്, ഇംഗ്ലീഷിൽ മ്യൂസ് എന്ന് പറയും. അപ്പോൾ യമൂ ഉ എന്നാണ് അറബിയിൽ പറയുക. അൽ ഖിത്തു യമൂ ഉ പൂച്ചയുടെ ശബ്ദം, പൂച്ച ശബ്ദം ഉണ്ടാക്കുന്നു. വൽ കൽബു നായ, യൻബഹു കുരക്കുന്നു, ദ ഡോഗ് ബാർക്ക്. വൽ ബഖറ വ അൽ ബഖറ ബഖറത്ത് എന്നാൽ പശു, പശു തഹൂറു അത് മുക്രയിടുന്നു, അഥവാ മലയാളത്തിൽ അങ്ങനെയല്ലേ പറയാം. അപ്പോൾ പശു ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് തഹൂറു എന്ന് പറയാം. ദ കൗ മൂസ്. വൽ അസദു സിംഹം, ദ ലയൺ. യസ്റഉ സിംഹം അലറുന്നു, സിംഹം ഗർജിക്കുന്നു എന്നല്ല പറയാം അല്ലേ, സിംഹം ഗർജിക്കുന്നു. യസ്റഉ റോർസ്, ലയൺ റോർസ്. വൽ ഹിമാറു കഴുത, കഴുത ശബ്ദം ഉണ്ടാക്കുന്നതിന് എന്ത് പറയും? യൻഹഖു കഴുത ശബ്ദമുണ്ടാക്കുന്നു. ഡോങ്കി ബ്രേസ്, ബ്രേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദത്തിന് ഏത് പദമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ശേഷമുള്ള വർക്ക് ഇതാണ്. നക്തശിഫു മിനൽ ഫിഖറത്തി അസ്വാത്തിൽ ഹയവാനാത്തി വത്തുയൂരി വനുഇദ്ദു ഖായിമ. നക്തശിഫു നമുക്ക് കണ്ടുപിടിക്കാം, മിനൽ ഫിഖറത്തി ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അസ്വാത്ത് ശബ്ദങ്ങൾ. വി ഡിസ്കവർ ദ സൗണ്ട്സ്. അൽ ഹയവാനാത്തി ഓഫ് ആനിമൽസ് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. വി ഡിസ്കവർ ദ സൗണ്ട്സ് ഓഫ് ആനിമൽസ്. വത്തുയൂർ ആൻഡ് ദി ബേർഡ്സ് പക്ഷികളുടെയും ശബ്ദങ്ങൾ, അസ്വാത്തുകൾ അല്ലേ, അസ്വാത്താണ് കണ്ടുപിടിക്കേണ്ടത്, ശബ്ദങ്ങൾ കണ്ടുപിടിക്കാം ആ പാരഗ്രാഫ് നോക്കിയിട്ട്. വനുഇദ്ദു എന്ന് നമുക്ക് തയ്യാറാക്കാം. ഖായിമത്തൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ആ ലിസ്റ്റാണ് ഇവിടെ പുസ്തകത്തിൽ. അദ്ദീഖു കോഴി, യസീഹു ശബ്ദമുണ്ടാക്കും അല്ലേ, കോഴി കൂവുന്നു. അതിന് മുകളിൽ എന്താ എഴുതിയത്? അൽ ഹൈവാനാത്ത് മൃഗങ്ങൾ, വത്തുയൂർ അല്ലെങ്കിൽ പക്ഷികൾ, അസൗത്ത് ശബ്ദം. അപ്പം മൃഗത്തിൻ്റെ അല്ലെങ്കിൽ പക്ഷിയുടെ പേര് ഈ കോളത്തിൽ എഴുതുന്നു. അവയുടെ ശബ്ദത്തിന് എന്താണ് പറയുക എന്നത് ഇവിടെ രണ്ടാം കോളത്തിലും എഴുതുന്നു. അപ്പോൾ അദ്ദീഖു പൂവൻ കോഴിയാണെങ്കിൽ യസീഹു എന്നാണ് പറയുക. അൽ ഉസ്ഫൂർ കുരുവിക്ക് എന്ത് പറയും? കുരുവിയുടേത് സഖ്സഖത്ത് എന്നാണ്. അൽ ഹമാമത്തു പ്രാവ്, ഹദീലുൽ ഹമാമത്ത് അല്ലെ ഹദീൽ എന്നാണ് പറയുക. അൽ ഖുറാബിൻ്റെത് നഈഖ്, കാക്കയുടേത് നഈഖ് എന്നാണ്. ഹുദ്ഹുദ് മരംകൊത്തി ഹദ്ഹദത്ത്. അൽ ബുൽബുൽ തഗ്രീദാണ്. ദജാജത്ത് പിടക്കോഴി നഖനഖത്ത് എന്നാണ്. പൂച്ച ശബ്ദമുണ്ടാക്കുന്നു. അൽ ഖിത്തു യമൂഉ. അൽ കൽബു നായ യൻബഹു. അൽ ബഖറത്തു പശു തഹൂറു. അൽ അസദു സിംഹം യസ്റഉ. അൽ ഹിമാറു കഴുത യൻഹഖു. ഓക്കെ, ഇത് നമുക്ക് ആ പാരഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും. ഇതോടുകൂടിയിട്ട് നമ്മൾ 5ാം യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻഖതഅത്തിൽ കഹ്റുബാ എന്ന ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് ഈ അടുത്ത ചാപ്റ്ററാണ്, ഈ 5ാമത്തെ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റർ ഒരു കവിതയാണ്, വളരെ മനോഹരമായ കവിതയാണ്. ആ കവിതയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.